എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 10th ചാപ്റ്ററായ റെക്റ്റാങ്കുലർ മാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൻ്റെ ലാസ്റ്റിലത്തെ പേജസ് ആണ്. പേജ് നമ്പർ 123, 123യും 124ഉം 124ഉം അതിൻ്റെ അകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് പിക്ചറിൽ കണ്ടില്ലേ 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററിലായിട്ടുള്ള റെക്റ്റാങ്കിൾ, അതിനെ നമ്മൾ പെരിമീറ്ററും ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ റെക്റ്റാങ്കിളിന് ഫസ്റ്റിലത്തെ പ്രോബ്ലമാണ് പറയുന്നത്. ഫസ്റ്റ് ഫിഗറിൻ്റെ 6, 4 എന്നൊക്കെയുള്ള 1, 1, 2, 1 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഈ റെക്റ്റാങ്കിളിന് നമ്മൾ 3 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് പറയുന്നത് 6 സെൻറ്റിമീറ്റർ, അതിൻ്റെ ഹൈറ്റ് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇതിന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് പോകുന്നത് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, പിന്നെ 1 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഇതിന് 3 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ആക്കുന്നു, രണ്ടാമത്തെ റെക്റ്റാങ്കിൾ, മൂന്നാമത്തെ റെക്റ്റാങ്കിൾ, അങ്ങനെ 3 പാർട്ടായിട്ട് 3 റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ 4 സെൻറ്റിമീറ്റർ എങ്ങനെ കിട്ടിയത്? അവിടെ ഒരു സ്റ്റെപ്പ് വൈസ് ആയിട്ടുണ്ട്, അതിൽ 1 സെൻറ്റിമീറ്റർ കാണാം. അപ്പോൾ 1 തൊട്ടിട്ട് ശരിക്കുള്ള അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഇത്രയും ഗ്യാപ്പ് വരുമ്പോൾ ആ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഇത്രയും ഗ്യാപ്പ് വരുന്നതിൽ 2 സെൻറ്റിമീറ്റർ വരും. ആ സ്റ്റെപ്പ് വൈസിൽ എഴുതി കാണിക്കുന്നുണ്ട് 1 സെൻറ്റിമീറ്റർ എന്നൊക്കെ. അപ്പോൾ ആ ഒരു 1 സെൻറ്റിമീറ്റർ, ഒരു 1 സെൻറ്റിമീറ്ററും 6 നിന്ന് 2 സെൻറ്റിമീറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി 4 സെൻറ്റിമീറ്റർ. അതാണ് ആ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ 4 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കിട്ടിയത്. അതുപോലെ തന്നെ താഴത്തെ റെക്റ്റാങ്കിൾ ഡിവൈഡ് ചെയ്തപ്പോൾ താഴെ ഒരു റെക്റ്റാങ്കിളായിട്ട് ചെയ്തപ്പോൾ അതിൽ 1 സെൻറ്റിമീറ്റർ മാത്രം 6 സെൻറ്റിമീറ്റർ എന്ന് പോകുന്നത്, ബാക്കി 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 നിന്ന് 1 സെൻറ്റിമീറ്റർ പോയി കഴിഞ്ഞാൽ ബാക്കി 5 ആയിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടും. അങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ 4ഉം 5 സെൻറ്റിമീറ്ററും കിട്ടിയത്. ഏരിയ കാണേണ്ട ഫോർമുല നമുക്കറിയാം, വിഡ്ത്തും ഹൈറ്റും കൂടിയിട്ട് ഇൻറ്റു ചെയ്യല അല്ലേ. അപ്പം ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ നോക്കുമ്പോൾ 6 താഴത്തെ ഏറ്റവും താഴത്തെ റെക്റ്റാങ്കിൾ 6ഉം അതിൻ്റെ ലെങ്ത്ത് 1ഉം, അപ്പോൾ 6 × 1. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ നോക്കുമ്പം 5ഉം അതിൻ്റെ ലെങ്ത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 5ഉം 2ഉം, അപ്പോൾ 5 × 2. മൂന്നാമത്തേന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് 1ഉം വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4ഉം 1ഉം കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6 × 1 6, 5 × 2 10, 4 × 1 4, 6 + 10 + 4 = 20 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ എല്ലാം ഓൾ റൗണ്ട് ആയിട്ടാണ് ഒരു റെക്റ്റാങ്കിളിൽ തന്നിട്ടുള്ളതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് എളുപ്പത്തിന് ഏരിയ കണ്ടുപിടിച്ചത്. നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇത് മുഴുവനായിട്ട് ആഡ് ചെയ്താൽ മതി, ഓരോ സൈഡും ആഡ് ചെയ്യാം. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള അകത്തുള്ള പാർട്ടായ 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വേണ്ട, ബാക്കി എല്ലാ ചുറ്റിൽ വരുന്ന അതിൻ്റെ ഒരു സൈഡിലുള്ള ലെങ്ത്തും ഒരു സൈഡിലുള്ള ഹൈറ്റും, അതുപോലെ തന്നെ ഒരു സൈഡിലുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ്സും. ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് എടുക്കുക, 4 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്സ് വരുന്നത് എടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. അപ്പം നോക്കുകയാണെങ്കിൽ 6 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്നുണ്ട്, പിന്നെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതേ ഹൈറ്റ് തന്നെയാണ്, അതേ 6 സെൻറ്റിമീറ്ററിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 4 സെൻറ്റിമീറ്റർ, പിന്നെ ഒരു 1 സെൻറ്റിമീറ്റർ. അങ്ങനെ 1 സെൻറ്റിമീറ്റർ 4 എണ്ണം വരുന്നുണ്ട്, പിന്നെ ഒരു 2 വരുന്നുണ്ട്, പിന്നെ 2 4ഉം ഒരു 6ഉം വരുന്നത്. അങ്ങനെ അത് മുഴുവനായിട്ട് നമുക്ക് ടോട്ടൽ ചെയ്യുമ്പം 20 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. പെരിമീറ്റർ കാണുന്നതുകൊണ്ട് സെൻറ്റിമീറ്ററാണ് വരിക. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ താഴെ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. അതിൻ്റെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 4 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു ഭാഗം മിസ്സിംഗ് ആണ് അല്ലേ. അതിൽ എത്രമാത്രം ഭാഗം മിസ്സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്? അതിൻ്റെ ഒരു ചെറുത് തന്നിട്ടുണ്ട്, അതിന് 1 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ, ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 4 × 5 -1 × 1. 1 എങ്ങനെയാണ്? 1 ആ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റ് 1ഉം. എങ്ങനെ കാണാം മക്കളെ ഏരിയ? ഈ 5 × 4 ചെയ്യുക, അതിൻ്റെ കൂടെ -1 × 1,
1 ആ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും 1 വേറെ ഹൈറ്റും വരുന്നതാണ്. മുഴുവനായിട്ടില്ല, ആ ഒരു ചെറിയ ഭാഗം ഇല്ലല്ലോ ആ റെക്റ്റാങ്കിളിൽ. അതുകൊണ്ടാണ് ആ 4 ഇൻറ്റു 5ൽ നിന്ന് 1 ഇൻറ്റു 1 മൈനസ് ചെയ്യുന്നത്. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഏരിയ അതിൻ്റെ. അപ്പോൾ ഏരിയ ഈക്വൽ ടു 5 ഇൻറ്റു 5 മൈനസ് 1 ഇൻറ്റു 1. 5 ഇൻറ്റു 5 20, 1 ഇൻറ്റു 1 1 തന്നെ. അപ്പോൾ 20 മൈനസ് 1 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. ആൻസർ 19 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് വരിക. നമ്മൾ ഈ ഇതിലുള്ള വരുന്ന മുഴുവനായിട്ടുള്ള പെരിമീറ്ററിൻ്റെ എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിലെങ്ങനെ വരിക? 5 വരും, 4 വരും, പിന്നെ ഒരു 2 വരും, പിന്നെ ആ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ 1 1 1 3 1 വരും, പിന്നെ ഒരു 2 വരും, പിന്നെ 4ൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഭാഗത്ത് 4 തന്നെ വരും. അത് മുഴുവനായിട്ട് നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ 20 ആണ് ആൻസർ കിട്ടുക. ആൻസർ 20 സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആയതുകൊണ്ട്. ഇതിൽ ഏരിയ വരുന്നത് 19 സ്ക്വയർ സെൻറ്റിമീറ്ററും പെരിമീറ്റർ 20 സെൻറ്റിമീറ്ററാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ഏരിയ തന്നെയാണ് കാണേണ്ടത്. എപ്പോഴും എന്തെങ്കിലും ഒരു ഫിഗർ തന്നു കഴിഞ്ഞാൽ ആ ഫിഗറിനെ നമ്മളെപ്പോഴും റെക്റ്റാങ്കിൾസ് അതിൽ എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കും ആ ഫിഗറിൽ. അങ്ങനെ എത്ര റെക്റ്റാങ്കിൾസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് റെക്റ്റാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ഏരിയ ഓരോന്നിൻ്റെയും കാണാൻ. അപ്പോൾ ഈ ടി ഷേപ്പിലുള്ള റെക്റ്റാങ്കിൾ ഫിഗറിൽ നമുക്ക് ടീൻ്റെ ഷേപ്പിൽ തന്നില്ല. നേരെ ഒരു റെക്റ്റാങ്കിളും താഴെ ഒരു റെക്റ്റാങ്കിളും ഉണ്ടാക്കാൻ വേണ്ടി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 5 ഇൻറ്റു 1. ആദ്യത്തെ നേരെയുള്ള ടീൻ്റെ ഷേപ്പിലുള്ള നേരെയുള്ള റെക്റ്റാങ്കിളിന് 5 ഇൻറ്റു 1 ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ആ ടി ഷേപ്പിലുള്ള താഴെ വരുന്ന ഐ ഷേപ്പിലുള്ള റെക്റ്റാങ്കിളിനെയും ഏരിയ കാണാം. എന്നിട്ട് അത് രണ്ടും കൂടി പ്ലസ് ചെയ്യുക. താഴെ എന്താ വരുന്നത്? അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഹൈറ്റ് 5 ലെങ്ത്താണ് പറയുന്നത്. അതിൻ്റെ അകത്ത് 1 സെൻറ്റിമീറ്ററാണ് മുകളിലത്തെ റെക്റ്റാങ്കിളിന് പോയത്. അപ്പോൾ 5ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള താഴത്തെ നേരെ വന്നിട്ടുള്ള ഐ പോലെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കിട്ടും. ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിൽ ഇൻറ്റു ചെയ്യുക. 5 ഇൻറ്റു 1. ഇനി രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ 1ഉം പിന്നെ അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഹൈറ്റ് പറഞ്ഞുള്ളത് 5 ആണ്. അതിൽ നിന്ന് ചെറിയൊരു ഭാഗം 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ മുകളിലത്തെ റെക്റ്റാങ്കിളിന് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 4 കിട്ടും. അതായിരിക്കും രണ്ടാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ്. അപ്പോൾ 4 ഇൻറ്റു 1 ചെയ്യാം. അപ്പോൾ 5 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു 1 5 പ്ലസ് 4 9 സ്ക്വയർ സെൻറ്റിമീറ്ററാണ് ഏരിയ കിട്ടുക ഈ ഷേപ്പിൻ്റെ. അപ്പം ഈ ഷേപ്പിൻ്റെ ഏരിയ കിട്ടുന്നത് 9 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. രണ്ട് റെക്റ്റാങ്കിളായിട്ട് നമ്മൾ റെക്റ്റാങ്കിളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ നേരെ പോകുന്ന ടീൻ്റെ ഷേപ്പും താഴത്തെ ഐ വരുന്ന ഷേപ്പുള്ള അങ്ങനെ 2 റെക്റ്റാങ്കിൾ. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കൂടിയിട്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഹൈറ്റും വിഡ്ത്തും കൂടിയിട്ട് ഇൻറ്റു ചെയ്യുക. ആദ്യത്തേതിൽ 5 ഇൻറ്റു 1, രണ്ടാമത്തേതിൽ ടോട്ടൽ ലെങ്ത്ത് 5 ആണ്. അതിനകത്ത് 1 സെൻറ്റിമീറ്റർ മുകളിലത്തെ റെക്റ്റാങ്കിളിൽ പോയിട്ടുണ്ട്. അപ്പോൾ 5ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 5ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 കിട്ടും. 4ഉം ഹൈറ്റ് അതുപോലെ തന്നെ വിഡ്ത്ത് 1. അപ്പോൾ 4 ഇൻറ്റു 1 അപ്പോൾ 9 ആണ് ഏരിയ വരിക. പിന്നെ നമ്മൾ ഈ ഷേപ്പിൻ്റെ എല്ലാ ഭാഗവും ലെങ്ത്തും വിഡ്ത്തും എല്ലാം കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ കിട്ടും. പെരിമീറ്ററിൽ നേരെയുള്ള 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെയുള്ള ലെങ്ത്ത് ആ 5. പിന്നെ അതിൻ്റെ 5ൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ടി ഷേപ്പിൽ വരുമ്പോൾ 2 ഭാഗത്ത് വരുന്നുണ്ട് സ്പേസ്. അതുപോലെ തന്നെ ഒരു ടി ഷേപ്പിലൊരു ഗ്യാപ്പോ വരുന്നത്. ആ ഗ്യാപ്പിൽ 1 സെൻറ്റിമീറ്ററാണ്. പിന്നെ ടോട്ടലായിട്ട് 5 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിട്ടുള്ളത്. 5 സെൻറ്റിമീറ്ററിൽ നിന്ന് 1 കുറക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ. പിന്നെ ആ 2 ഭാഗത്തും ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ 4ന് 2 2 വരും. അപ്പോൾ നമുക്ക് 5 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 2 അതുപോലെ തന്നെ 4 പ്ലസ് 4 പ്ലസ് 1 അങ്ങനെ 20 സെൻറ്റിമീറ്ററാണ് കിട്ടുക. മക്കൾ അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ 5 സെൻറ്റിമീറ്റർ, അതിൻ്റെ നേരെ 5 സെൻറ്റിമീറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് 1 സെൻറ്റിമീറ്റർ. പിന്നെ അതിൻ്റെ 2 ഭാഗത്ത് ആ മിഡിലുള്ള അതിൻ്റെ 2 സൈഡായിട്ടുള്ള വരുന്നതിന്
5 ആയിരുന്നു ടോട്ടൽ മുകളിലുള്ളത് അല്ലേ. അതിന് 1 സെൻറ്റിമീറ്റർ കുറക്കുമ്പം ബാക്കി 4 സെൻറ്റിമീറ്റർ. ഈ 4 തന്നെ 2 സ്ഥലത്തായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 2ഉം, അപ്പോൾ 2 + 2. പിന്നെ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ 5ഉം 1ഉം ഇല്ലേ, ആ 1 തന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ 1 കിട്ടും. അങ്ങനെ എല്ലാം കൂടിയിട്ട് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്റർ കിട്ടും. പെരിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ. അടുത്ത പ്രോബ്ലം ഈ ഷേപ്പിലുള്ളതിൻ്റെയാണ്. ഈ ഷേപ്പുള്ളതിന് നമ്മൾ ഏരിയയും പെരിമീറ്ററും കാണണം. സിമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതും 4 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഷേപ്പിനെ. ആദ്യം ഫുള്ളായിട്ട് ഈൻ്റെ ഫസ്റ്റിലത്തെ ഇ എന്ന് എഴുതുന്നതിൻ്റെ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ. രണ്ടാമത് ആദ്യം ഫസ്റ്റിലെത്തത് 5ഉം 1ഉം വരും. രണ്ടാമതിന് നമ്മൾ മിഡിലത്തെ ലൈൻ വരച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ. അതിന് റെക്റ്റാങ്കിൾ മുഴുവനായിട്ട് ഈയുടെ ആ ഐ പോലത്തെ വരുന്നതിൻ്റെ അകത്തുള്ള മുഴുവനായിട്ട് ആ നടുക്കത്തെ ലൈൻ വരുന്നില്ല. അതിൻ്റെ പകുതിയിൽ കുറച്ച് ഇങ്ങോട്ടായിട്ടേ വരുന്നുള്ളൂ. അപ്പം ഇ എന്ന് എഴുതുന്നതിൻ്റെ ഫസ്റ്റിലത്തെ ഈയുടെ ലൈനിൽ റെക്റ്റാങ്കിൾ വരുന്നത് മുഴുവനായിട്ട് എടുക്കുന്നു. അത് മാത്രമേ മുഴുവനായിട്ട് എടുക്കുന്നുള്ളൂ. അതിൽ 5ഉം 1ഉം വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്യുക, അപ്പോൾ ഏരിയ കിട്ടും അല്ലേ. അതിൻ്റെ 5 × 1. രണ്ടാമത്തത് എടുക്കുന്നത് ഈയുടെ ഐ പോലെ വരുന്ന ലൈൻസിൻ്റെ മിഡിലുള്ള ലൈന് മുഴുവനായിട്ട് എടുക്കുന്നില്ല. ആ 3 കഴിഞ്ഞിട്ട് 2 ഏറോ കാണുന്നില്ലേ, ആ ഏറോ വരുന്ന ആ 3 മാത്രം എടുക്കുക. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ഏരിയ കാണാൻ 3 × 1. ഇനി മൂന്നാമത്തതും അതുപോലെ തന്നെ മുഴുവനായിട്ട് എടുക്കുന്നില്ല. ആ ഈൻ്റെ ലാസ്റ്റിലത്തെ ലൈൻ വരുന്ന ആ ഒരു ഭാഗം മാത്രം, അതും വരുമ്പോൾ 4 × 1 വരും. ഇനി ഐ പോലത്തെ വരുന്ന റെക്റ്റാങ്കിൾ വരുന്നത് ഈ പോലത്തെ ആ ലൈന്, നമ്മൾ ഐ പോലത്തെ ലൈൻ വരുന്ന ആ റെക്റ്റാങ്കിൾ ഈയുടെ ഫസ്റ്റ് ഐ പോലെ എഴുതുന്നില്ലേ നമ്മൾ, ആ ഐ പോലത്തതിൽ റെക്റ്റാങ്കിൾ വരുന്നതിൽ നമ്മൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ ഈ എഴുതുമ്പോൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ എടുത്തില്ലേ, അതിൻ്റെ പകുതി ഭാഗം അത് മുഴുവനായിട്ടാണ് എടുത്തതുകൊണ്ട് ആ 5 സെൻറ്റിമീറ്ററിൻ്റെ കുറച്ച് ഭാഗം 1 സെൻറ്റിമീറ്റർ പോയി. ബാക്കിയുള്ള 2 റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ വന്നില്ലേ, അത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിന് മുഴുവനായിട്ടാണ് എടുത്തത്. രണ്ടാമത്തേലും മൂന്നാമത്തെ എടുത്തതിൽ അതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ. ആ ലൈന് ഇ എന്ന് എഴുതുന്നതിൻ്റെ ഐ ഭാഗം നമ്മൾ എടുത്തില്ല. അപ്പം ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ മുഴുവനായിട്ട് എടുത്തതുകൊണ്ട് അതിൽ 1 സെൻറ്റിമീറ്റർ പോയി. 5 നിന്ന് അപ്പോൾ 1 സെൻറ്റിമീറ്റർ അവിടെ പോയി. ഇനി ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് 5 നിന്ന് 1 സെൻറ്റിമീറ്റർ മുകളിലത്തെ റെക്റ്റാങ്കിളിൽ പോയതുകൊണ്ട് 4 ആവും. 4ഉം താഴത്തെ വിഡ്ത്തും 1. അപ്പോൾ 4 × 1ഉം. ഇത് മുഴുവനായിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അതായത് 5 × 1 ഫസ്റ്റ് റെക്റ്റാങ്കിൾ, 4 × 1 ഏറ്റവും താഴത്തെ റെക്റ്റാങ്കിൾ, നടുക്കത്തെ റെക്റ്റാങ്കിൾ 3 × 1. ഇനി അതിൻ്റെ ഈ എഴുതുന്ന ഐ ഭാഗം വരുന്ന റെക്റ്റാങ്കിൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിൾ മുഴുവനായിട്ട് എടുത്തതുകൊണ്ട് അതിൽ 1 സെൻറ്റിമീറ്റർ ആ റെക്റ്റാങ്കിളിൽ പോയി. അപ്പോൾ 5 ആണ് ആ ഭാഗത്തുള്ള ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5 വരില്ല, കാരണം ഒരു 1 സെൻറ്റിമീറ്റർ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൽ പോയതുകൊണ്ട് 5 നിന്ന് 1 മൈനസ് ചെയ്തിട്ടുള്ള 4 ആണ് വരിക. 4 × 1. ആൻസർ 5 + 4 + 3 + 4 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വരിക. ഇത് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ലെങ്ത് എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ ആൻസർ വരുന്നത് 34 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ഈ ഷേപ്പ് ഒരു പ്ലസ് പോലെയുള്ളൊരു ഷേപ്പാണ്. ഇതിന് ആദ്യം നമ്മൾ പ്ലസ് എഴുതുമ്പം നേരെ ഒരു ലൈൻ ചെയ്യുമല്ലോ, ആ നേരെയുള്ള ലൈനിനെ നമ്മൾ നീളത്തിലൊരു റെക്റ്റാങ്കിളാക്കി തന്നെ മാറ്റിയിട്ട് അതിൻ്റെ ഏരിയ കാണുന്നു. പിന്നെ ബാക്കിയുള്ള ചെറിയ രണ്ട് സൈഡിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് കാണുന്നത്. ആദ്യം നമ്മൾ പ്ലസ് എഴുതുമ്പോൾ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുമല്ലോ താഴ്ന്ന് മുകളിലോട്ട്. ആ താഴ്ന്ന് മുകളിലോട്ട് വരയ്ക്കുന്ന ലൈനിനെ നമ്മളൊരു റെക്റ്റാങ്കിൾ ആക്കിയിട്ട് മാറ്റുകയാണ്. ആ പ്ലസ് നമ്മൾ എത്രയാണോ അളവ് അവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ അത്രയും വരുന്ന
ഒരു റെക്റ്റാങ്കിളാക്കി മാറ്റുന്നതിന് നേരെയുള്ള റെക്റ്റാങ്കിളിൻ്റെ ആദ്യം ഏരിയ കാണുന്നു. പിന്നെ നമ്മൾ രണ്ട് സൈഡിൽ നേരെയുള്ള റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡിൽ ചെറിയ രണ്ട് റെക്റ്റാങ്കിൾ ഉണ്ടാവില്ല, അതിൻ്റെയും നേരെയുള്ളതിനെയാണ് നമ്മൾ അത് രണ്ടും ചെയ്ത് ഏരിയ കാണുന്നത്. അത് ചെറിയ ചെറിയ റെക്റ്റാങ്കിൾ കിട്ടും. നീളത്തിലുള്ള ലൈനിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എത്ര വരും? ഒരു ചെറിയ ഭാഗം 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ മിഡിലത്തെ ഭാഗവും നീളത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ചെറിയൊരു ഭാഗം 2 സെൻറ്റിമീറ്റർ, അതിൻ്റെ മിഡിലും 2 സെൻറ്റിമീറ്റർ വരിക. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡെല്ലാം 2 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പം മിഡിലും 2 സെൻറ്റിമീറ്റർ, അതിൻ്റെ അപ്പുറത്തും 2 സെൻറ്റിമീറ്റർ വരിക. കാരണം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം 2, 2, 2 ടോട്ടൽ അത് 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. ടോട്ടൽ ആ നീളമുള്ള നമ്മൾ ഫസ്റ്റിലത്തെ ലൈൻ വരയ്ക്കുന്ന ആ നീളമുള്ള ലൈൻ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതിൽ 6 സെൻറ്റിമീറ്റർ വരും. 2, 2, 2. അപ്പം 6ഉം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2ഉം. അപ്പോൾ 6 × 2 ആണ് ഫസ്റ്റിലത്തെ നീളമുള്ള റെക്റ്റാങ്കിളിൻ്റെ ലോങ് ആയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെറിയ രണ്ട് റെക്റ്റാങ്കിളാണ് ബാക്കി വരിക. അതിനകത്ത് ലെങ്ത്തും വിഡ്ത്തും ഇൻറ്റു ചെയ്യുക, ഇപ്പുറത്തെ സൈഡിലുള്ളതും ലെങ്ത്തും വിഡ്ത്തും ഇൻറ്റു ചെയ്യുക. നടുക്കത്തെ ഭാഗം നമ്മൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൻ്റെ ഓൾറെഡി എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് 2, 2, 2 അതിൻ്റെ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ ആയിട്ട് വന്നത്. അതിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും. പിന്നെ ചെറിയ രണ്ട് റെക്റ്റാങ്കിളിനാണ് കാണേണ്ടത്. ഫസ്റ്റിലത്തെ ആ നടുക്കത്തെ ഭാഗം ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൽ പോയി. പിന്നെ ഉള്ളത് ചെറിയ രണ്ട് റെക്റ്റാങ്കിളാണ്. അത് 2ഉം 2ഉം ആണ് ഹൈറ്റും വിഡ്ത്തും വരിക. അപ്പോൾ 2 × 2. ഇപ്പുറത്തെ റെക്റ്റാങ്കിൾ വരികയാണെങ്കിൽ ചെറിയ റെക്റ്റാങ്കിൾ ഇപ്പുറത്തെ സൈഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള റെക്റ്റാങ്കിൾ വരികയാണെങ്കിൽ 2 × 2. അത് 2 ഹൈറ്റും 2 വിഡ്ത്തും. നടുക്കത്തെ ഭാഗം നമ്മൾ ഫസ്റ്റിലത്തെ റെക്റ്റാങ്കിളിൽ നീളമുള്ള റെക്റ്റാങ്കിളിൽ പോയി. അപ്പോൾ അത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 × 2 പ്ലസ് 6 × 2. 6 × 2 നീളമുള്ള റെക്റ്റാങ്കിളിൻ്റെ ആണ്. പിന്നെ 2 × 2. അപ്പോൾ 4 + 12 + 2 നമുക്ക് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും അതിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കൊക്കെ മനസ്സിലായില്ലേ? അതായത് നമ്മൾ പ്ലസ് ഇട്ടിട്ടാണ് നമ്മൾ ഷേപ്പ് ഉള്ളത്. പ്ലസ് ഇട്ടതിൻ്റെ നടുക്കത്തെ നടുക്ക് നമ്മൾ പ്ലസ് ഇടുന്ന ലൈൻ ഉണ്ടല്ലോ, ആ പ്ലസ് എന്ന് പറയുമ്പം നടുക്കത്തെ ലൈനും ആ നേരെയുള്ള ലൈനും നടുക്കത്തെ ലൈനാണ് വരിക. ആ നേരെയുള്ള ലൈനിനെ നമ്മൾ വലിയൊരു റെക്റ്റാങ്കിൾ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 6 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2ഉം. 6 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി 2 അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ മിഡിലത്തെ ഭാഗം 2, പിന്നത്തെ ഇപ്പുറത്തെ സൈഡിലത്തെ ഭാഗം 2 ആണ് കിട്ടുക. അത് 3 പ്ലസ് ചെയ്യുമ്പോൾ 6 കിട്ടും. അപ്പോൾ 6 × 2. ഇനി നടുക്കത്തെ രണ്ട് റെക്റ്റാങ്കിളിൻ്റെ ആണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് 2ഉം 2ഉം. അപ്പോൾ 2 ഹൈറ്റും 2 വിഡ്ത്തും 2 × 2. then ഇപ്പുറത്തും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് 2 ഹൈറ്റും 2 വിഡ്ത്തും. അപ്പോൾ 2 × 2. അപ്പോൾ 2 × 2 4, 2 × 2 4 തന്നെ. പിന്നെ 6 × 2 12. അപ്പോൾ അത് മുഴുവനും കൂടി 4 + 12 + 4 ചെയ്യുമ്പോൾ നമുക്ക് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 2 വരും പെരിമീറ്ററിൽ. 12 2ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പം നമുക്ക് 24 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഏരിയ 20 സ്ക്വയർ സെൻറ്റിമീറ്ററും ഏരിയ ഏതാണ്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ. പെരിമീറ്റർ ആണെങ്കിൽ 24 സെൻറ്റിമീറ്ററാണ് കിട്ടുക. പെരിമീറ്റർ ആയതുകൊണ്ട് അതിന് സെൻറ്റിമീറ്ററും കാണിക്കും. ഇപ്പോൾ 24 സെൻറ്റിമീറ്റർ പെരിമീറ്ററും. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ 2 പേജിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ കണ്ടത് ടെക്സ്റ്റ് ബുക്കിലെ 123ൻ്റെയും 124 പേജ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.